എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 24-ാമത്തെ സർഗത്തില് 17 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ സർഗത്തിനെ വെച്ച് ഇതിന് കുറച്ച് വലിപ്പം കൂടുതലാണ്, 32 ശ്ലോകങ്ങളുണ്ട്. വിശ്വാമിത്രൻ ഓരോരോ പ്രദേശങ്ങളിൽ കൂടെ നടക്കുമ്പോഴും ആ പ്രദേശങ്ങളുടെ പ്രത്യേകത, ആ പേര് വരാനുള്ള കാരണം, ഇങ്ങനെ പലതും പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇങ്ങനെ നടന്നു പോവുക മാത്രമല്ല, ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രന്റെ കൂടെ പോയത് കൊണ്ട് പല പല കാര്യങ്ങളും, ആ രാജ്യത്തെ അതാത് നാടുകളിലെ പല വിഷയങ്ങളും അറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് വസിഷ്ഠൻ ആദ്യമേ പറഞ്ഞത്, ഈ അസുരന്മാരെ അല്ലെങ്കിൽ രാക്ഷസന്മാരെ വിശ്വാമിത്രനെ ഒതുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഈ യാത്ര എന്ന് പറയണത് ശ്രീരാമനും ലക്ഷ്മണനും വളരെയധികം പ്രയോജനപ്പെടും, അവർക്കുള്ളൊരു അനുഗ്രഹമാണ് ഇത് എന്നൊക്കെ. അപ്പോ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന പല കഥകളും ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യണത്. ഇപ്പൊ പറഞ്ഞു നിർത്തിയത് വലിയൊരു കാട്ടിൽ കൂടെ അവർ സഞ്ചരിക്കുകയായിരുന്നു. ഭീകരന്മാരായിട്ടുള്ള ഹിംസ്ര ജന്തുക്കളൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു കാട്. എന്താണ് ഈ കാടിന്റെ പ്രത്യേകത, എന്താണ് ഇതിന്റെ പേര്, ഏതാണ് ഈ സ്ഥലം എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്തത് ശ്രീരാമൻ. അപ്പൊ അതിനുള്ള മറുപടിയാണ് 17-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് നോക്കാം. ശ്രൂയതാം വത്സകാകുത്സ്ഥ യസ്യൈതദ്ദാരുണം വനം ഏതൗ ജനപദൗ സ്ഫീതൗ പൂർവമാസ്താം നരോത്തമ. 18 കൂടി പറയാം. മലദാശ്ച കരൂഷാശ്ച ദേവനിർമ്മാണ നിർമ്മിതൗ പുരാ വൃത്രവധേ രാമ മലേന സമഭിപ്ലുതം. ഈ 18-ാമത്തെ ശ്ലോകത്തിലെ 2-ാമത്തെ വരി അടുത്ത ശ്ലോകത്തിനോടാണ് ചേർന്ന് നിൽക്കുന്നത്. ബാക്കിയുള്ളതിന്റെ അർത്ഥം പറയാം. ഹേ വത്സ, അല്ലയോ ശ്രീരാമ, വത്സ കാകുത്സ്ഥ ശ്രൂയതാം. കാകുത്സ്ഥ വംശത്തിൽ പിറന്നവനായിട്ടുള്ള അല്ലയോ ശ്രീരാമ, അങ്ങ് കേട്ടാലും. ഇത് ഈ ഏതത് ദാരുണം വനം, ഈ ഭീതിതമായിട്ടുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഈ വനമുണ്ടല്ലോ, അത് പണ്ട് കാലത്ത് 2 ജനപദങ്ങളായിരുന്നു. ഏതൗ ജനപദൗ സ്ഫീതൗ. ജനപദം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ജനങ്ങൾ ധാരാളമായിട്ട് തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമല്ല, 2 പ്രദേശങ്ങളായിരുന്നു. പൂർവമാസ്താം നരോത്തമ, അല്ലയോ നരോത്തമ, പുരുഷോത്തമ, ഇത് പണ്ട് വലിയ 2 ജനപദങ്ങളായിരുന്നു. ജനപദങ്ങൾ എന്നുള്ളത് കൊണ്ട് വലിയൊരു പട്ടണമൊന്നുമല്ല, നഗരമൊന്നുമല്ല, ഗ്രാമങ്ങള്, ധാരാളം സാധാരണക്കാരായിട്ടുള്ള സജ്ജനങ്ങൾ താമസിച്ചിരുന്ന 2 പ്രദേശങ്ങളാണിവ. അവ ഇപ്പൊ ചേർന്നിട്ടൊരു വലിയ കാടായിട്ട് കാണപ്പെടുകയാണ് ചെയ്യണത്. അവയുടെ പേരായിരുന്നു 18-ാമത്തെ ശ്ലോകത്തിൽ പറയണത് മലദാശ്ച കരൂഷാശ്ച ദേവനിർമ്മാണ നിർമ്മിതവും. ഈ 2 ജനപദങ്ങൾക്കും പേരുണ്ടായിരുന്നു, മലദമെന്നും കരൂഷമെന്നും. അത് ദേവന്മാര് നിർമ്മിച്ചതുപോലെ അത്രയ്ക്ക് കേമമായിട്ടുള്ള 2 നഗരങ്ങൾ അല്ലെങ്കിൽ ജനപദങ്ങളായിരുന്നു അത്. എന്തുകൊണ്ടാണ് അവയ്ക്ക് ആ പേര് കിട്ടിയത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ, ഈ 18-ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയിൽ നിന്ന് പറയണത്. പുരാ വൃത്രവധേ രാമ മലേന സമഭിപ്ലുതം. ഇനി 19-ാമത്തെ ശ്ലോകം ചൊല്ലാം. ക്ഷുധാ ചൈവ സഹസ്രാക്ഷം ബ്രഹ്മഹത്യാ സമാവിശത്. പുരാ, പണ്ട്, വൃത്രവധേ, വൃത്രാസുരനെ വധിക്കേണ്ടായി. ആര്? ഇന്ദ്രൻ. അതാണ് അല്ലയോ രാമ, വൃത്രവധേ, വൃത്രനെ വധിച്ചപ്പോൾ വൃത്രാസുരൻ വലിയൊരു വൃത്രാസുര വധം കൊണ്ട് ഇന്ദ്രന് വലിയൊരു ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി. വൃത്രാസുരൻ ആദ്യം ചിത്രകേതു എന്ന് പറഞ്ഞിട്ടുള്ള രാജാവൊക്കെ ആയിരുന്നല്ലോ, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവാണ് പിന്നീട് വൃത്രാസുരനായിട്ട് മാറിയത്, ശാപം കൊണ്ട് എന്നൊക്കെ കഥകളില് ഭാഗവതത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വൃത്രാസുരനെ ഇന്ദ്രൻ വധിച്ചപ്പോൾ ഇന്ദ്രന് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുണ്ടായി. അതാണ് ഇവിടെ പറയണത്. പുരാ വൃത്രവധേ രാമ മലേന സമഭിപ്ലുതം. മലേന എന്ന് വെച്ചാൽ മാലിന്യം വന്ന് ശരീരത്തില് പ്രവൃത്തിയിലൊക്കെ മാലിന്യം വന്ന് ഭവിച്ചു. മാത്രവുമല്ല ക്ഷുധാ ചൈവ, ഭയങ്കര വിശപ്പുണ്ടായി. കുറെ കാലം നീണ്ടു നിന്നൊരു യുദ്ധത്തിലാണ് വൃത്രനെ വധിച്ചത്. അങ്ങനെ ആ വൃത്രവധം കഴിഞ്ഞതിന് ശേഷം അതിഗംഭീരമായിട്ടുള്ള വിശപ്പും അതുപോലെ തന്നെ ഇന്ദ്രന്റെ ശരീരത്തിലാകെ മാലിന്യവും അല്ലെങ്കിൽ ഈ ബ്രഹ്മഹത്യാ പാപവും ഒക്കെ വന്ന് ഭവിക്കുകയുണ്ടായി. ക്ഷുധാ ചൈവ സഹസ്രാക്ഷം ബ്രഹ്മഹത്യാ സമാവിശത്.
തന്നെയാണ് പറഞ്ഞത്. മാലിന്യം വന്ന് ഭവിച്ചു. ബ്രഹ്മഹത്യാ പാപമുണ്ടായി, വിശപ്പുണ്ടായി, ക്ഷീണമുണ്ടായി, അങ്ങനെയൊക്കെ വന്ന ആ ഇന്ദ്രൻ ഈ പ്രദേശത്തേക്കാണ് വന്നത്. തമിന്ദ്രം മലിനം ദേവാ ഋഷയശ്ച തപോധനാഃ കലശൈ സ്നാപയാമാസുർമലം ചാസ്യ പ്രമോചയൻ. ഓരോന്നിന്റെ ഓരോരോ അർദ്ധാർദ്ധ ഭാഗങ്ങളാണ് നമ്മളിപ്പോ ചൊല്ലിപ്പോണത്. 19ാമത്തെ രണ്ടാമത്തെ വരിയാണ് തം ഇന്ദ്രം മലിനം ദേവാഹ ഋഷയശ്ച തപോധനാഹ കലശൈഹി സ്നാപയാമാസു. അങ്ങനെ വിശപ്പ് കൊണ്ടും അതുപോലെ മാലിന്യം കൊണ്ടും ഒക്കെ വലഞ്ഞവനായ ആ ഇന്ദ്രനെ എന്ത് ചെയ്തു? ഈ ഋഷിമാരും ബാക്കി ദേവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഋഷയശ്ച തപോധനാഹ ദേവാഹ ച അവരെല്ലാവരും കൂടി ചേർന്ന് കുടങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് അത് കോരി ഒഴിച്ച കുടം കമിഴ്ത്തി കുളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ശുദ്ധനാക്കി തീർത്തു. അതാണ് കലശൈഹി സ്നാപയാമാസു. സ്നാപയാമാസു അല്ല, സ്നാപയാമാസു. അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ എന്താ ചെയ്തത്? മലം ജാസ്യ പ്രമോചയൻ. ആ ഇന്ദ്രന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളും ആ കുളിയോട് കൂടിയിട്ട് മോചിപ്പിച്ചു. എല്ലാ മാലിന്യങ്ങളും അകന്നു. അതിനുശേഷം അവിടെ ഇഹ ഭൂമ്യാം മലം ദത്വാ ദേവാഃ കാരൂഷമേവ ച ശരീരജം മഹേന്ദ്രസ്യ തതോ ഹർഷം പ്രപേദിരേ. 20ന്റെയും 21ന്റെയും ശ്ലോക ഭാഗങ്ങള്. അങ്ങനെ ആ മാലിന്യമൊക്കെ മോചിപ്പിച്ചതിന് ശേഷം അതൊക്കെ എവിടെയാ വീണത്? ഇഹ ഭൂമ്യാം, ഈ ഭൂപ്രദേശത്താണ്. ഇപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ആ ഭീതിതമായിട്ടുള്ള വനം എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഈ മാലിന്യങ്ങളൊക്കെ ചെന്ന് വീണത്. ഇഹ ഭൂമ്യാം മലം ദത്വാ ദേവാഹ കാരൂഷമേവച. ആ മാലിന്യങ്ങൾ മാത്രമല്ല, ഒപ്പം തന്നെ കാരൂഷത്തെയും, കാരൂഷം എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നാണ് അർത്ഥം, വിശപ്പിനെയും അവിടെ കളയുകയാണ് ചെയ്തത്. കഠിനമായിട്ടുള്ള മാലിന്യങ്ങള്, കഠിനമായിട്ടുള്ള വിശപ്പ് എല്ലാം തന്നെ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് കളഞ്ഞു. ഇന്ദ്രന്റെ വിശപ്പും ദാഹവും അല്ലെങ്കിൽ ക്ഷീണവും മാലിന്യങ്ങളും ഒക്കെ അവിടെയാണ് കളഞ്ഞതെന്നർത്ഥം. അതാണ് ദേവാഹ കാരൂഷമേവച ശരീരജം മഹേന്ദ്രസ്യ തതോ ഹർഷം പ്രപേദിരേ. അതിനുശേഷം അതാണ് മഹേന്ദ്രസ്യ ശരീരജം മലം കാരൂഷമേവ ഇഹ ഭൂമ്യാം ദത്വ. ഈ ഭൂമിയിലേക്ക് കൊടുത്തിട്ട്, അതായത് ഇവിടെ വെച്ച് കഴുകിയൊക്കെ കളഞ്ഞതിന് ശേഷം ദേവാഹ ഹർഷം പ്രപേദിരേ തതഹ ദേവാഹ ഹർഷം പ്രപേദിരേ. അതൊക്കെ കഴിഞ്ഞതോട് കൂടിയിട്ട് ദേവേന്ദ്രൻ അടക്കമുള്ളതായിട്ടുള്ള എല്ലാ ദേവന്മാരും അത്യന്തം സന്തോഷിച്ചു. അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇന്ദ്രൻ മാലിന്യങ്ങളിൽ നിന്ന് മുക്തനായല്ലോ എന്നുള്ള സന്തോഷം പ്രകടിപ്പിച്ചു. അതിനുശേഷം നിർമ്മലോ നിഷ്കരൂഷശ്ച ശുദ്ധ ഇന്ദ്രോ യഥാഭവത് തതോ ദേശസ്യ സുപ്രീതോ വരം പ്രാദാദനുത്തമം ഇമൗ ജനപദൗ സ്ഫീതൗ ഖ്യാതിം ലോകേ ഗമിഷ്യത മലദാശ്ച കരൂഷാശ്ച മമാംഗമലധാരിണൗ. അങ്ങനെ നിർമ്മലോ നിഷ്കരൂഷശ്ച ശുദ്ധ ഇന്ദ്രോ യഥാഭവത്. അതിനുശേഷം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായി തീർന്നു? നിർമ്മലനായി തീർന്നു. മാലിന്യങ്ങളൊക്കെ അകന്നു. അതുപോലെ തന്നെ വിശപ്പും അകന്നവനായിട്ടുള്ള അങ്ങനെ ഇന്ദ്രൻ ശുദ്ധനായി തീർന്നു. ഇന്ദ്രഃ ശുദ്ധഃ അഭവത്. പഴയ പോലെ തന്നെ ഇന്ദ്രൻ ശുദ്ധനായി തീർന്നു. മാലിന്യങ്ങളെല്ലാം അകന്നുപോയി. അതിനുശേഷം തതോ ദേശസ്യ സുപ്രീതോ വരം പ്രാദാദനുത്തമം. തതഃ അതിനുശേഷം സുപ്രീതഃ അത്യന്തം സന്തുഷ്ടനായിട്ടുള്ള ആ ഇന്ദ്രദേവൻ ദേശസ്യ വരം അനുത്തമം വരം പ്രാദാദ്. ആ ദേശത്തിന് ആർക്കും കൊടുക്കാൻ പറ്റാത്തതായ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അനുത്തമം. ഉത്തമത്തിനേക്കാളും കേമമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വരം പ്രാദാദ് നൽകുകയുണ്ടായി. ഈ പ്രദേശങ്ങൾക്കൊക്കെ വലിയൊരു വരം ഇന്ദ്രദേവൻ നൽകി. അതാണ് അടുത്ത വരിയിൽ പറയണത്. ഇമൗ ജനപദൗ സ്ഫീതൗ ഖ്യാതിം ലോകേ ഗമിഷ്യത മലദാശ്ച കരൂഷാശ്ച മമ അംഗമലധാരിണൗ. ഈ രണ്ട് പ്രദേശങ്ങളും ഇനി മുതൽ വളരെ പ്രസിദ്ധമായി തീരും. അതാണ് ഇമൗ ജനപദൗ സ്ഫീതൗ. അവയും നല്ലവണ്ണം ആൾക്കാർ തിങ്ങി നിറഞ്ഞതും. അതാണ് സ്ഫീതം എന്ന് പറഞ്ഞാല് ആൾക്കാരുടെ സാന്നിധ്യം ധാരാളം ഉണ്ടാവും, നിറഞ്ഞത് എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ ഖ്യാതിം ഗമിഷ്യതഃ. രണ്ട് പ്രദേശങ്ങൾക്കും വലിയൊരു പ്രശസ്തി
നല്ലൊരു പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറയാണ്. മാത്രമല്ല മലതങ്ങളെന്നും കരൂഷങ്ങളെന്നും ഈ പ്രദേശങ്ങൾ ഇനി തൊട്ട് അറിയപ്പെടും. മമ അംഗമലധാരിണോ, എൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിപ്പോയതായ മാലിന്യങ്ങളെ ധരിക്കുന്നതായിട്ടുള്ള, വിശപ്പിനെ ധരിക്കുന്നതായിട്ടുള്ള ഈ രണ്ട് പ്രദേശങ്ങളും ഇനി മുതൽ ഏതു പേരിൽ അറിയപ്പെടും? മലതങ്ങളെന്നും കരൂഷങ്ങളെന്നും അറിയപ്പെടും. സ്ഥലങ്ങളുടെ പേര് പറയുമ്പോഴൊക്കെ ബഹുവചനത്തിലേ പറയുള്ളൂ. എന്തുകൊണ്ടെന്നാല് പല സ്ഥലങ്ങളും ചേർന്നിട്ടാണ് ഒരു സ്ഥലം ഉണ്ടാവുക. അതായത് ഒരു പേരില് ഒരു സ്ഥലമൊന്നും അല്ല ഉണ്ടാവുക. അതിനടുത്തടുത്തുള്ള കുറേ സ്ഥലങ്ങള്, ചെറിയ ചെറിയ വഴികള്, ചെറിയ ചെറിയ പ്രദേശങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് വലിയൊരു പ്രദേശം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രദേശങ്ങളുടെ പേര് എപ്പോഴും ബഹുവചനത്തിലാണ് സംസ്കൃതത്തിൽ പറയാറുള്ളത്. അതുകൊണ്ടാണ് മലദാഹ, കരൂഷാഹ എന്നൊക്കെ ഈ സ്ഥലത്തിന്, ഈ രണ്ട് സ്ഥലങ്ങൾക്കായിട്ട് പേര് വന്നത്. അത് കേട്ടപ്പോൾ എന്താണ് മറ്റു ദേവന്മാര് ചെയ്തത്? സാധു സാധ്വിദിതം ദേവാ പാകശാസനമബ്രുവൻ. ഈ ഒരു അനുഗ്രഹം കേട്ടപ്പോൾ സാധു സാധു, വളരെ നന്നായി വളരെ നന്നായി എന്നിങ്ങനെ മറ്റു ദേവന്മാരെല്ലാവരും ഇന്ദ്രനോട്, പാകശാസനൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്, പാകൻ എന്നു പേരുള്ള അസുരനെ, രാക്ഷസനെ ശാസിച്ചവൻ, വധിച്ചവൻ, ആ ആളെയാണ് പാകശാസനൻ. ഇന്ദ്രൻ, ഇന്ദ്രന്റെ മറ്റൊരു പര്യായ നാമമാണ്. ഇന്ദ്രനെ എല്ലാവരും അഭിനന്ദിച്ചു. അതോടൊപ്പം ദേശസ്യ പൂജാം താം ദൃഷ്ട്വാ കൃതാം ശക്രേണ ധീമത ഏതൗ ജനപദൗ സ്ഫീതൗ ദീർഘകാലമരിന്ദമ മലദാശ്ച കരൂഷാശ്ച മുദിതൗ ധനധാന്യത. 25ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗത്തിൽ വെച്ച് നിർത്തുകയാണ്. അങ്ങനെ ദേശസ്യ പൂജാം താം ദൃഷ്ട്വാ, ആ ദേശത്തിന് കിട്ടിയതായ പൂജ, ഏറ്റവും വലിയ ബഹുമാനം, അത് കണ്ടിട്ട് ആരാണത് കൊടുത്തത്? ശക്രേണ കൃതാം ദേശസ്യ പൂജാം താം ദൃഷ്ട്വാ, അത് കണ്ടിട്ട്. എങ്ങനെയുള്ള ശക്രൻ? ധീമത, നല്ല ബുദ്ധിമാനായിട്ടുള്ള, ആ ഒരു പ്രദേശത്തെ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ശക്രേണ, ശക്രനാൽ നൽകിയതായ അനുഗ്രഹം, ആ പ്രദേശത്തിന് നൽകിയതായിട്ടുള്ള അനുഗ്രഹം ഒക്കെ കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും, ദേവന്മാർക്ക് എല്ലാവർക്കും സന്തോഷമായി. അത് മാത്രമല്ല ആ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഏതൗ ജനപദൗ, ഈ മലദവും കരൂഷവും സ്ഫീതൗ, ദീർഘകാലത്തേക്ക് അവിടെ നിറയെ ആൾക്കാര് ഉണ്ടായിരുന്നു. അവിടെ വന്നാൽ എല്ലാ ദോഷങ്ങളും നശിക്കും. അതാണല്ലോ ഇന്ദ്രന് സംഭവിച്ചത്. അതുപോലെ തന്നെ എല്ലാവരും അത് വിചാരിച്ചുകൊണ്ട് ആ സ്ഥലത്ത്, ഈ രണ്ട് പ്രദേശങ്ങളിലും ആൾക്കാര് തിങ്ങി നിറഞ്ഞ് താമസിക്കുകയുണ്ടായി. അതാണ് മലദാശ്ച കരൂഷാശ്ച മുദിതൗ ധനധാന്യത. ആ രണ്ട് പ്രദേശങ്ങളാകട്ടെ അത്യന്തം സമ്പന്നത കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ നേടി. അവരും മുദിതരായി. ആ പ്രദേശവാസികള്, ആ പ്രദേശമൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള പ്രദേശമായിട്ട് അറിയപ്പെട്ടു. അതൊരു കാലത്തെ കഥയാണ്. ഇപ്പൊ വീണ്ടും അത് കാടായി തീർന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഈ 25ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയിലൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അവിടെ പറയുന്നത് ഇതാണ്: കസ്യചിത്വധ കാലസ്യ യക്ഷിണി കാമരൂപിണി. അത് അടുത്ത ശ്ലോകത്തിലേക്കാണ് അർത്ഥം, അതിന്റെ അന്വയം ചാഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു പ്രദേശത്തേക്ക് പിന്നീട് അതിഭീകരിയായിട്ടുള്ള ഒരു യക്ഷിണി വന്നു ചേർന്നു എന്നാണ്. വിസ്തരിച്ച് അടുത്ത ദിവസം പറയാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ശ്രൂയതാം വത്സകാകുസ്ഥ യസ്യൈതദ്ദാരുണം വനം ഏതൗ ജനപദൗ സ്ഫീതൗ പൂർവമാസ്താം നരോത്തമ മലദാശ്ച കരൂഷാശ്ച ദേവനിർമ്മാണ നിർമ്മിതൗ പുരാ വൃത്രവധേ രാമ മലേന സമഭിപ്ലുതം ക്ഷുധാ ചൈവ സഹസ്രാക്ഷം ബ്രഹ്മഹത്യാ സമാവിശത് തമിന്ദ്രം മലിനം ദേവാ ഋഷയശ്ച തപോധനാഃ കലശൈഃ സ്നപയാമാസുർമലം ചാസ്യ പ്രമോചയൻ ഇഹ ഭൂമ്യാം മലം ദത്വാ ദേവാഃ കാരൂഷമേവ ച ശരീരജം മഹേന്ദ്രസ്യ തതോ ഹർഷം പ്രപേദിരേ നിർമ്മലോ നിഷ്കരൂഷശ്ച ശുദ്ധ ഇന്ദ്രോ യഥാ ഭവത് തതോ ദേശസ്യ സുപ്രീതോ വരം പ്രാദാദനുത്തമം ഇമൗ ജനപദൗ സ്ഫീതൗ ഖ്യാതിം ലോകേ ഗമിഷ്യത മലദാശ്ച കരൂഷാശ്ച മമാംഗമലധാരിണോ സാധു സാധ്വിദിതം ദേവാ പാകശാസനമബ്രുവൻ ദേശസ്യ പൂജാം താം ദൃഷ്ട്വാ കൃതാം ശക്രേണ ധീമത ഏതൗ ജനപദൗ സ്ഫീതൗ ദീർഘകാലമരിന്ദമ മലദാശ്ച കരൂഷാശ്ച മുദിതൗ ധനധാന്യത.
കസ്യചിത്വധകാലസ്യ യക്ഷിണീ കാമരൂപിണി. ഇനി താടകയുടെ കഥയാണ് പറയാൻ പോണത്. സുന്ദരമായിട്ടുള്ള, വളരെ ആശയഗംഭീരമായിട്ടുള്ള, രസകരമായിട്ടുള്ള ഈ ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.